ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോട്ടിനേറ്റേഴ്സ്. ഇറ്റ്സ് മീ അൻഷ. ഇന്നൊരു വർക്ക് ഡേ വ്ളോഗാണ് കേട്ടോ. എൻ്റെ വർക്ക് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മോർണിംഗ് തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പെട്ടെന്നാണ് വ്ളോഗ് എടുക്കണമെന്ന് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതാ വ്ളോഗ് എടുക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഒരു ഷർട്ടും പിന്നെ കേക്കൊക്കെ വെച്ചിട്ടുള്ള ഒരു ഹാമ്പറാണ്. ഷർട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ മിനി ഫ്രെയിമുണ്ട്, അതിലേക്ക് കേക്കുണ്ട്, പിന്നെ ഈ ഒരു സിമ്പിൾ കാർഡും ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് പാക്ക് ചെയ്തെടുക്കേണ്ടത് ഈ ഒരു ഗിഫ്റ്റ് ബാഗിലാണ്. അപ്പോൾ ബാഗിലോട്ടേക്ക് ഷർട്ടും പിന്നെ ഈ മിനി ഫ്രെയിമും ഒക്കെ നമുക്ക് റാപ്പ് ചെയ്ത് വെക്കാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ ഒരു ബാഗിലോട്ട് ഒരു വിനൈൽ സ്റ്റിക്കർ ഒട്ടിക്കണം. അപ്പോൾ ഞാനത് ആ വിനൈൽ സ്റ്റിക്കർ ഇവിടുന്ന് എങ്ങനെയാണ് തപ്പിയോ നോക്കിയിട്ട് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ എനിക്കൊരു വിനൈൽ സ്റ്റിക്കർ കിട്ടിയിട്ടുണ്ട്. ഞാൻ ബർത്ത്ഡേയുടെ സ്റ്റിക്കർ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് തപ്പാൻ നിന്നത്. പക്ഷേ ബർത്ത്ഡേയുടെ സ്റ്റിക്കർ ഇല്ല, ഒരു ലവ് സ്റ്റിക്കറാണ്. ഓൾ യു നീഡ് ഇസ് ലവ്. ഓക്കെ, അതായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാ ഞാൻ ആ ഒരു സ്റ്റിക്കർ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ബാഗിലോട്ടേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ബാഗിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോന്നായിട്ടും ഇതിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ ഷർട്ട് ഒന്ന് ടൈ ഒക്കെ ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മിനി ഫ്രെയിം റാപ്പൊക്കെ ചെയ്തിട്ട് ഇതാ നമ്മൾ ഗിഫ്റ്റ് ബാഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഗിഫ്റ്റ് ബാഗിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. നമുക്കൊന്ന് കേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ടൈ ഒക്കെ ചെയ്ത് കൊടുക്കുക. റിബൺ വെച്ചിട്ട് ഒരു ചെറിയ ലുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഞാനൊന്ന് ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഗിഫ്റ്റ് ബാഗും കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി അടുത്തൊരു വർക്ക് എന്ന് പറയുന്നത് എനിക്കൊരു കേക്ക് ടോപ്പർ ഉണ്ടാക്കാനുണ്ട്. വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്, സെക്കൻഡ് ബർത്ത്ഡേ ആണ്. അപ്പോൾ അവളുടെ പേര് എഴുതിയിട്ടുള്ള ഒരു കേക്ക് ടോപ്പർ ചെയ്തെടുത്തിട്ടുണ്ട്. ഗോൾഡൻ മിറർ കാർഡ് സ്റ്റോക്കിൽ ഇതാ കേക്ക് ടോപ്പർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഒരു റീസെല്ലറിന് വേണ്ടിയിട്ട് 2 വാളറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ കസ്റ്റമൈസ്ഡ് വാളറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് റീസെല്ലർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബ്ലൂ ഷെയ്ഡിൽ ഇതാ 2ഉം ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പാക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു ട്രാൻസ്പെറൻറ്റ് കവറിലിട്ടതിന് ശേഷം ഈ ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സിലാണ് ഈ 2 വാളറ്റും ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് കൊറിയറാണ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കൊറിയർ ബാഗിലോട്ടേക്ക് 2ഉം ഇട്ട് കൊടുക്കുന്നുണ്ട്. നാളെ കാലത്ത് തന്നെ കൊറിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും കസ്റ്റമൈസ്ഡ് വാളറ്റ് റീസെൽ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സും പിന്നെ അതുപോലെ തന്നെ ചാംസും ഒക്കെ സെൻഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇതാ കൊറിയർ ബാഗിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് കൊറിയർ ചെയ്യണം. ഇനി അടുത്തൊരു വർക്ക് വന്നിട്ടുള്ളത് ഒരു ടീഷർട്ട് ഹാമ്പറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഇതാ ടീഷർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഒരു കസ്റ്റമൈസ്ഡ് വാളറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് വാളറ്റ് ചെയ്തിട്ടുള്ളത്. അത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സും കൂടി സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു സിംഗിൾ ആർട്ടിഫിഷ്യൽ ഫ്ലവറിൻ്റെ ബൊക്കയും വേണം. പിന്നെ കുറച്ചധികം ചോക്ലേറ്റും പിന്നെ ഒരു കേക്ക് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഹാമ്പറിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ആ ഒരു ഹാമ്പർ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ഹാമ്പറിൻ്റെ പാക്കിങ് വന്നിട്ട് ഗിഫ്റ്റ് ബോക്സിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് ഈ സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കുകയാണ്. ഇതെല്ലാം ഇതിലോട്ടേക്ക് കൊള്ളുമെന്ന് നോക്കുകയാണ്. സ്യൂട്ട് ആവുകയാണെങ്കിൽ ഇത് നമുക്ക് ഓക്കെ ആക്കാം. അപ്പോൾ ഇതാ ടീഷർട്ട് വെച്ചു, പിന്നെ വാളറ്റ് വെച്ച് കൊടുത്തു. അങ്ങനെ എല്ലാ സാധനങ്ങളും വെച്ച് ഞാൻ ഈ ഒരു ബോക്സ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് എന്തോ വലിയ ഇഷ്ടമായില്ല ഈ ഒരു ബോക്സ്. അപ്പം ഞാൻ വിചാരിച്ചു ഫ്ലാബൊക്കെ ഇതിൻ്റെ മുകളിൽ വെച്ച് വെക്കാം. എന്നാലും വലിയ തൃപ്തിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ബോക്സ് ഒന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ബോക്സ് എടുത്തിട്ട് ഇതുപോലെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ബോക്സും എനിക്ക് എന്തോ ഒരു സുഖം കിട്ടണില്ല, ഒരു വൃത്തിയില്ലാത്തതുപോലെ. അങ്ങനെ ഈ ഒരു ബോക്സും കൂടി ഞാൻ മാറ്റിയിട്ടുണ്ട്. അടുത്തത് ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ബോക്സ് എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ എല്ലാ സാധനങ്ങളും വെച്ച് കൊടുത്തു. ഇതെനിക്ക് ഓക്കെ ആവുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി സിമ്പിൾ കാർഡിൽ ഞാൻ വിഷസൊക്കെ എഴുതിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗിഫ്റ്റ് ബോക്സ് സെറ്റ് ചെയ്തു, പിന്നെ കാർഡ് സെറ്റ് ചെയ്തു, സിംഗിൾ ആർട്ടിഫിഷ്യൽ ഫ്ലവറൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾക്ക് ഡെലിവറി ചെയ്യാനുള്ളത്. ഇതിൻ്റെ കൂടെ കേക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ അതും മറന്നിട്ടില്ല. അപ്പോൾ ഈ ഐറ്റംസൊക്കെ വെച്ചിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ഒന്ന് പാക്ക് ചെയ്ത് വെക്കാം. ഇങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഗിഫ്റ്റ് ബോക്സ് ആയതുകൊണ്ട് തന്നെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കസ്റ്റമൈസ്ഡ് വാളറ്റ് ഒന്ന് പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കാർഡ് നമുക്കൊരു എൻവലപ്പിൽ ഇട്ട് കൊടുത്തിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ എല്ലാ ഐറ്റംസും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നാളെ മോർണിംഗ് ആണ് കൊണ്ടുപോയി കൊടുക്കാനുള്ളത്. നേരത്തെ ചെയ്തതുപോലെ തന്നെ കേക്കിന് ഞാനൊരു റിബൺ വെച്ചിട്ട് ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം കുറച്ചധികം ഭംഗി കിട്ടുമല്ലോ.
അപ്പോൾ അങ്ങനെയും ചെയ്ത് കൊടുത്തു. അങ്ങനെ ആ ഒരു ഗിഫ്റ്റ് ഹാമ്പർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ഹാമ്പർ ഇതാ സെറ്റ് ചെയ്തെടുത്തു. എനിക്ക് കുറേ കേക്ക് ഹാമ്പറിൻ്റെ എൻക്വയറി വരാറുണ്ട് ഇപ്പോൾ. പക്ഷേ നമ്മൾ ദുബായ്, ഷാർജ, അജ്മാലിൽ മാത്രമേ കേക്ക് ഡെലിവറി ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള എമിറേറ്റ്സിലൊക്കെ ഗിഫ്റ്റ് ബോക്സോ ഗിഫ്റ്റ് ഹാമ്പേഴ്സും മാത്രമാണ് കേട്ടോ ഡെലിവറി ചെയ്യുന്നത്. ഇനി അടുത്തൊരു ഹാമ്പർ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ടേബിളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 2 ടീഷർട്ടാണ് വരുന്നത്. 2 ടീഷർട്ടും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സിംഗിൾ ആർട്ടിഫിഷ്യൽ ഫ്ലവറിൻ്റെ ബൊക്കെയുണ്ട്. പിന്നെ നമ്മളുടെ സിമ്പിൾ കാർഡും പിന്നെ ഈ ഒരു കുട്ടി കേക്കുമാണ് കേട്ടോ, മിനി കേക്ക്. അപ്പോൾ ഇത് 3ഉം നമുക്ക് പാക്കിങ് വന്നിട്ട് ഗിഫ്റ്റ് ബോക്സിലാണ്. ബോക്സ് എനിക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടായില്ല. ആദ്യം തന്നെ ഞാൻ ഈ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ബോക്സിലേക്ക് നമുക്ക് 2 ടീഷർട്ട് വെച്ച് കൊടുക്കാം. പിന്നെ കാർഡും വെച്ച് കൊടുക്കാം. പിന്നെ ബോക്സിലായതുകൊണ്ട് തന്നെ ഫ്ലവർ മസ്റ്റ് ആണല്ലോ. അപ്പോൾ ഫ്ലവർ വെച്ചിട്ട് ഉള്ളിൽ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ബോക്സിൻ്റെ ഉള്ളിലുള്ള ഐറ്റംസൊക്കെ. അപ്പോൾ ഇതിൻ്റെ കൂടെ ആ ഒരു കുട്ടി മിനി കേക്കാണ് കേട്ടോ. ഇനി അടുത്ത ഗിഫ്റ്റ് ഹാമ്പർ എന്ന് പറയുന്നത് ഒരു കുട്ടി കേക്കും ½ kg കേക്കും പിന്നെ കുറച്ചധികം ചോക്ലേറ്റും ആണ്. അപ്പോൾ ആ ഒരു ചോക്ലേറ്റൊക്കെ ഞാൻ ഇങ്ങനെ ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ട് പാക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ബോക്സ് നമുക്കൊന്ന് റാപ്പ് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാനൊന്ന് റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാർഡും കൂടി വെച്ച് കൊടുക്കാം. വിഷസ് എഴുതിയിട്ടുള്ള കാർഡ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ഷൂ ഹാമ്പറാണ്. ഷൂസും ഒരു സിമ്പിൾ കാർഡും ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ബാഗിലിട്ടിട്ടാണ് പാക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ വർക്കൊക്കെ കഴിയുമ്പോഴേക്കും എൻ്റെ റൂം ഒരു കോലായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഹാമ്പേഴ്സിൻ്റെ ഫൈനൽ ലുക്ക്.